ഹായ് ഫ്രണ്ട്സ്, അലിയാണേ. ലോകകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. രണ്ടാം സെമിയിൽ അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ലാഭം, യുദ്ധം, വിവാദം, വിസ്മയം. ഫുട്ബോളിൽ വൻകര കടന്ന വൈരത്തിൽ ഇതെല്ലാമുണ്ട്. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ആരാണ് അതിന് തീയിട്ടത്? ഉത്തരം സ്വിറ്റ്സർലൻഡിനോട് കളിക്കാനിറങ്ങിയപ്പോൾ മെസ്സി ധരിച്ച കറുത്ത ബാഡ്ജിലുണ്ടായിരുന്നു അന്റോണിയോ റാറ്റിൻ എന്ന 10ാം നമ്പർ ഓർമ്മ. 1966 ലോകകപ്പ് ആതിഥേയരോട് അർജന്റീനയുടെ ക്വാർട്ടർ ഫൗളിന് അർജന്റീനിയൻ നായകൻ റാറ്റിനെ റഫറി പുറത്താക്കി. അന്ന് കാർഡില്ല, നേരിട്ട് പുറത്താക്കൽ രീതി. റാറ്റിൻ കളം വിടാൻ മടിച്ചു, എതിർത്തു. എലിസബത്ത് രാജ്ഞിക്ക് വേണ്ടി വിരിച്ച പരവതാനിയിൽ കുത്തിയിരുന്നു. ഇംഗ്ലീഷുകാർ റാറ്റിന് നേരെ കയ്യിൽ കിട്ടിയത് വലിച്ചെറിഞ്ഞു. ഫുട്ബോളിൽ മഞ്ഞയും ചുവപ്പും കാർഡുകളും അർജന്റീനയുടെ ഇന്നത്തെ വൈരാഗ്യം വരുന്നതും അവിടെ നിന്നാണ്. അടുത്ത പോര ആരംഭിച്ചത് കളത്തിന് പുറത്തായിരുന്നു. ഫോക്ലാൻഡ് ദ്വീപ് അവരുടേതെന്ന് അർജന്റീന. ദിന പോരാട്ടം. അർജന്റീന തോറ്റു. ടാർച്ചർ തന്ത്രം ജയിച്ചു. പിന്നീട് നേർക്കുനേർ വന്നത് 86 മെക്സിക്കോ സിറ്റിയിലായിരുന്നു. ദൈവത്തിന്റെ കൈക്കാൽ പന്തുള്ളിടത്തോളം കാലം മായാത്ത അടയാളമിട്ടു മറഡോണ. ഇങ്ങനെയോ പ്രതികാരം? ഇംഗ്ലീഷുകാർക്ക് ചോദിക്കാൻ പോലും നേരം കിട്ടിയില്ല. ഇതിഹാസം 4 മിനിറ്റിനുള്ളിൽ 5 ഇംഗ്ലീഷ് താരങ്ങളെ മറികടന്ന ഒറ്റയാൾ പോരാട്ടം. വല തുളച്ചു. ഫോക്ലാൻഡിൽ വീണവരുടെ പ്രതികാരമോ അതോ അന്റോണിയോയുടെ ബാധ ആവേശിച്ചതോ? ഇതിലും നല്ല പ്രതികാരം ഇംഗ്ലണ്ടിനെതിരെ ചെയ്യാനില്ല. കാലം പോകെ വൈരം തണുത്തു. പ്രീ ക്വാർട്ടറിൽ ഡേവിഡ് ബെക്കാം റെഡ് കാർഡ് കിട്ടി പുറത്തായപ്പോൾ അർജന്റീന ഷൂട്ടൗട്ടിൽ ജയിച്ചു. 2002 ഗ്രൂപ്പ് മത്സരത്തിൽ ഒറ്റ ഗോൾ ഇംഗ്ലണ്ട് ക്ഷീണം തീർത്തു. ഇനി ബുധനാഴ്ച. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ.